Hi all, welcome to the second unit, Data Representation of Computer Organization. This is part 1 of second unit. നമ്മൾ ഇന്നത്തെ ഈ യൂണിറ്റിനകത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡേറ്റ റെപ്രസെന്റേഷൻ അതിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്, പാർട്ട് 1 ക്ലാസ് ആണ്. ഡേറ്റ റെപ്രസെന്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കമ്പ്യൂട്ടറിനുള്ളിൽ എങ്ങനെയാണ് ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് ബൈനറി ലാംഗ്വേജ് ആണ്. അപ്പൊ ബൈനറി എന്ന് വെച്ചാൽ അതിന് രണ്ട് സ്റ്റേറ്റ് ആണുള്ളത്, ഒന്ന് സീറോയും മറ്റൊന്ന് 1. അപ്പൊ ബൈനറി എന്ന് ഉദ്ദേശിക്കുന്നത് 2 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടോട്ടൽ അതിനകത്ത് രണ്ട് വാല്യൂസ് ആണുള്ളത്, ഒന്ന് സീറോയും മറ്റൊന്ന് 1. അപ്പം ഇലക്ട്രോണിക് ഡിവൈസിലെല്ലാം രണ്ട് സ്റ്റേറ്റ് ആണുള്ളത്, ഒന്ന് സീറോയും ഒന്ന് 1. ഇതിനെയാണ് നമ്മൾ ബിറ്റ് അല്ലെങ്കിൽ ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ടെക്നോളജി യൂസ് ചെയ്ത് കഴിയുമ്പം ഒരു പുതിയ റെപ്രസെന്റേഷനും കൂടെ വരുന്നുണ്ട്, അതാണ് ക്യൂബിറ്റ്സ് എന്ന് പറയുന്നത്. അതിനും ഇതുപോലെ തന്നെ രണ്ട് സ്റ്റേറ്റ് ആണുള്ളത്, സീറോയും 1ഉം സ്റ്റേറ്റ് ആണ് ഉള്ളത്. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഒരു സ്വിച്ച് ബോർഡിലെ ഒരു സ്വിച്ച്, ആ സ്വിച്ചിന്റെ രണ്ട് സ്റ്റേറ്റ് ആണുള്ളത്, ഒന്ന് ഓൺ ആയിരിക്കുന്ന സ്റ്റേറ്റും മറ്റൊന്ന് ഓഫ് ആയിരിക്കുന്ന സ്റ്റേറ്റും. ഈ രണ്ട് സ്റ്റേറ്റും ഒരിക്കലും ഒരുമിച്ച് വരത്തില്ല, അതായത് ഓണും ഓഫും ആയിട്ട് സ്റ്റേറ്റ് ഒരിക്കലും ഒരുമിച്ച് വരത്തില്ല. അപ്പൊ ബൈനറി റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ബൈനറി റെപ്രസെന്റേഷനകത്ത് വരുമ്പോ 0 അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന സ്റ്റേറ്റേ വരുള്ളൂ. രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ക്യൂബിറ്റ്സിനകത്ത് വന്നു കഴിയുമ്പോഴേക്കും അതിന്റെ ഡിഫറൻസ് ഇതാണ്, ഈ രണ്ട് സ്റ്റേറ്റിനെയും അതിനകത്ത് ഒരുമിച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. യു ക്യാൻ റെപ്രസെന്റ് ബോത്ത് ദി സ്റ്റേറ്റ് അറ്റ് ദി സെയിം ടൈം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ക്യൂബിറ്റ്സ് ഇൻസൈഡ് ദി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ടെക്നോളജി. ഇതാണ് ഡേറ്റ റെപ്രസെന്റേഷന്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. നമ്മൾ ബൈനറി ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ബൈനറി റെപ്രസെന്റേഷൻ എന്ന് വെച്ചാൽ രണ്ട് ഡിജിറ്റ്സ് ആണ് അതിനകത്തുള്ളത്, ഒന്ന് സീറോയും മറ്റൊന്ന് 1ഉം. ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റേ കാണുള്ളൂ. സ്വിച്ചിന് ഓൺ അല്ലെങ്കിൽ ഓഫ് സ്റ്റേറ്റ് പോലെ ഒന്നല്ലെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ അത് 1 ആയിരിക്കും. ക്വാണ്ടം ടെക്നിക്ക് വന്നു കഴിയുമ്പോഴേക്കും ഈ 0ഉം 1ഉം ഒരുമിച്ച് റെപ്രസെന്റ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റിയും കൂടെ അതിനകത്ത്. ഇനി നമ്മുടെ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നു പറഞ്ഞു. ഡേറ്റ എന്ന് പറയുന്നത് പലതരത്തിലാണല്ലേ ഇരിക്കുന്നത്. ഡേറ്റ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആയിട്ട് വരാം, ഗ്രാഫിക്സ് ആയിട്ട് വരാം, ഓഡിയോ ആയിട്ട് വരാം, വീഡിയോ ആയിട്ട് വരാം. അങ്ങനെ ഹ്യൂമൻസിന് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പല ഫോംസിലായിരിക്കും ഈ ഡേറ്റ എന്ന് പറയുന്നത് ഇരിക്കുന്നത്. ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ട് രണ്ട് റെപ്രസെന്റേഷൻ സ്കീംസ് ആണുള്ളത്, ഒന്ന് ആസ്കിയും മറ്റേത് യൂണിക്കോഡ് എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഇനി പഠിക്കും, എന്താണ് ആസ്കി, എന്താണ് യൂണിക്കോഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിനെ റെപ്രസെന്റേഷൻ മനസ്സിലാക്കുമ്പോൾ അതിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് പിക്ചർ അല്ലെങ്കിൽ ഗ്രാഫിക്സ് അല്ലെങ്കിൽ ഗ്രാഫ്സ് ഒക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പം നമ്മുടെ സിസ്റ്റത്തിൽ വരുമ്പം ഏറ്റവും നമ്മൾ ഫെമിലിയർ ആയിട്ട് കേൾക്കുന്ന ഒരു ടേമാണ് പിക്സൽ എന്ന് പറയും. അപ്പം ഓരോ പിക്ചറിന്റെ അല്ലെങ്കിൽ ഓരോ ഗ്രാഫിക്സിന്റെയും ആ ഓരോ ഇന്ന ഡീറ്റെയിൽസും ഓരോ ചെറിയ ചെറിയ ഡോട്ടുകളായിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുന്നത്. ഈ ഡോട്ടുകൾക്ക് പറയുന്ന പേരാണ് പിക്സൽ അല്ലെങ്കിൽ പിക്ചർ എലമെന്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇമേജിനകത്ത് കാണാം, ഒരു ക്യാറ്റിന്റെ ഫേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഫേസിനകത്ത് കാണാൻ പറ്റും ഓരോ മൈന്യൂട്ട് സെക്ഷനും നോക്കിക്കഴിയുമ്പോൾ അറിയാം, ഓരോ ഡോട്ട്സ് ചേർന്നാണ് ആ എൻറ്റയർ ഗ്രാഫ് അല്ലെങ്കിൽ ആ എൻറ്റയർ പിക്ചർ ഫോം ചെയ്തിരിക്കുന്നത്. ആ ഓരോ മൈന്യൂട്ട് ഡോട്ട്സിനും പറയുന്ന പേരാണ് പിക്സൽ എന്ന് പറയുന്നുണ്ടായിരിക്കുന്നത്. ഈ പിക്സൽസിന്റെ ഒക്കെ എണ്ണം കൂടുന്നതനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഒരു പിക്ചറിന്റെ ക്വാളിറ്റി എപ്പോഴും ഡിറ്റർമൈൻ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഡേറ്റയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സ്കീംസിനെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഡേറ്റയെ നമ്മൾ ഒരു സിസ്റ്റത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഡേറ്റയെ സിസ്റ്റത്തിന് പ്രോസസ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ബൈനറി ഫോമിലേക്ക് ആക്കണം. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന എന്ത് ഡേറ്റ ആയിക്കോട്ടെ അതിനെ നമ്മൾ റാമിനകത്തൊക്കെ സ്റ്റോർ ചെയ്യുന്നു. അപ്പം ആ സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിനെ പല എറർ ഡിറ്റക്ഷൻ കറക്ഷൻ ടെക്നിക്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കൺവേർഷൻ ടെക്നിക്സ്, സിസ്റ്റത്തിന് മനസ്സിലാകുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തെങ്കിൽ മാത്രമേ അതിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം എങ്ങനെയാണ് ഇതിന്റെ കൺവേർഷൻ നടക്കുന്നത്, എങ്ങനെയാണ് ഇതിന്റെ റെപ്രസെന്റേഷൻ കോഡ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി ഓരോ കമ്പ്യൂട്ടറും യൂസ് ചെയ്യുന്ന ഈ കോഡ് എന്ന് പറയുന്നത്, ബൈനറി കോഡ് റെപ്രസെന്റേഷൻ കോഡ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അതിന്റെ സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചറൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുന്നത്. അതിനനുസരിച്ച് അതിനകത്ത് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇനി അതിന്റെ ഒന്നാമത്തെ കോഡ് റെപ്രസെന്റേഷൻ ആണ് ആസ്കി കോഡ് എന്ന് പറയും. ആസ്കി എന്ന് വെച്ചാൽ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് എന്നുള്ളതാണ്. നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കോഡ് ഫോമാണ് ആസ്കി എന്ന് പറയുന്നത്. ഈ ആസ്കി എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ക്യാരക്ടർ എൻകോഡിംഗ് സ്കീമാണ്.
അതിന്റെ ടോട്ടൽ ലെന്ത് എന്ന് പറയുന്നത് 7 ബിറ്റ് ആയിരിക്കും, 7 ബിറ്റ് ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് ടോട്ടൽ 128 ക്യാരക്ടേഴ്സിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ഡേറ്റാസ് എന്ന് പറയുന്നത് പ്രിന്റബിൾ ക്യാരക്ടേഴ്സ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്, അപ്പർ കേസ്, ലോവർ കേസ്, ഡെസിമൽ ഡിജിറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ഇങ്ങനെയുള്ള ഗ്രാഫിക്കൽ ക്യാരക്ടേഴ്സ്, ഇങ്ങനെയുള്ള ഇൻഫോർമേഷനെ ഒക്കെ ആയിരിക്കും ഈ ആസ്കിക്കകത്ത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഇനി ആൻസി പോലെയുള്ള ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഓർഗനൈസേഷനും ഈ ആസ്കിയെ തന്നെ ബേസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടർ ഡേറ്റയെ നമ്മൾ സ്റ്റോർ ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. കമ്പ്യൂട്ടറിന്റെ സ്റ്റോറേജ് സ്പേസിന്റെ എപ്പോഴും സൈസ് എന്ന് പറയുന്നത് 8, 16, 32, 64 ബിറ്റ്സ് ഈ ഫോമിലായിരിക്കും വരുന്നുണ്ടായിരിക്കുന്നത്. അതായത് 2ന്റെ പവർ ഫോമിലായിരിക്കും ഇത് വരുന്നുണ്ടായിരിക്കുന്നത്. ഈ ആസ്കി കോഡും നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് ടോട്ടൽ 256 ക്യാരക്ടേഴ്സിനെ നമുക്ക് 8 ബിറ്റ് വെച്ചിട്ട് നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം കീബോർഡിൽ നമുക്ക് ലെറ്റേഴ്സ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്, സിമ്പിൾസ് ഉണ്ട്. കീബോർഡിലെ ഒരു ലെറ്റർ എടുക്കുക, ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറഞ്ഞ ലെറ്റർ എടുക്കുവാണ്. അതിന് കറസ്പോണ്ടിങ് ഒരു ആസ്കി കോഡ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ഒരു ആസ്കി ബൈനറി വാല്യൂ ഉണ്ട്. അതാണ് 10000001 എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ബൈനറി ആണ്. അതിന്റെ ഇക്വലന്റ് ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് 65 ആണ്. ക്യാപിറ്റൽ ലെറ്റർ എയുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ സ്മോൾ ലെറ്റർ എടുക്കുകയാണെങ്കിൽ അതിന്റെ ബൈനറി അല്ലെങ്കിൽ ആസ്കി കോഡ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പം കൊടുത്തിരിക്കുന്ന പോലെ തന്നെ 110001 എന്ന് പറയുന്ന വാല്യൂ ആണ് സ്മോൾ ലെറ്റർ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ ലെറ്റേഴ്സിനും ക്യാപിറ്റൽ ലെറ്റർ ആയിക്കോട്ടെ സ്മോൾ ലെറ്റർ ആയിക്കോട്ടെ ഓരോന്നിനും കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ ഉണ്ട്. അതിനെയാണ് നമ്മൾ ആസ്കി കോഡ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് റെപ്രസെന്റേഷനും കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നത്. ഇനി ആസ്കി നമുക്ക് എല്ലാ ലാംഗ്വേജുകളിലും നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ബിക്കോസ് അതിന്റെ ലെങ്ത് നമ്മൾ പറഞ്ഞു, എത്ര ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ട്. നമ്മൾ രണ്ടാമത്തെ റെപ്രസെന്റേഷൻ കോഡാണ് യുണീക് കോഡ് എന്ന് പറയുന്നത്. യുണീക് കോഡും ഒരു സ്റ്റാൻഡേർഡ് ക്യാരക്ടർ റെപ്രസെന്റേഷൻ കോഡാണ്. അപ്പൊ ഇതിനകത്ത് സെറ്റ് ഓഫ് കോഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് ആ എല്ലാ കോഡ്സിനും കൂടെ നമ്മൾ പറയുന്ന പേരാണ് കോഡ് സ്പേസ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോ കോഡ് പോയിന്റ്, ഓരോ വാല്യൂസ് വെച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ആ വാല്യൂസിന് പറയുന്ന പേരാണ് കോഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതിനെല്ലാം കൂടെ ചേർത്ത് പറയുന്നതാണ് കോഡ് സ്പേസ് എന്ന് പറയുന്നത്. ഇനി ഈ കോഡ് സ്പേസിനെ നമ്മൾ 17 കണ്ടിന്യൂസ് സീക്വൻസ് ഓഫ് കോഡ്സ് ആയിട്ടായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 17 ടോട്ടൽ സെക്ഷൻ ആയിട്ടായിരിക്കും നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഓരോ കോഡ് ലൈനും 216 കോഡ്സിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഇനി ഇതിന്റെ റേഞ്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഹെക്സാഡെസിമൽ ഫോമിലായിരിക്കും ഈ യുണീക് കോഡിന്റെ റെപ്രസെന്റേഷൻ. അപ്പൊ ഹെക്സാഡെസിമൽ എന്താണ് നമ്മൾ അടുത്ത ടോപ്പിക്കിനകത്ത് ആണ് പറയുന്നത്. ഹെക്സാഡെസിമൽ ആയതുകൊണ്ടാണ് താഴെ ബേസ് 16 എന്ന് പറഞ്ഞു കിടക്കുന്നത്. U + 0000 ബേസ് 16 to U + 10 10 FFF16 വരെ കിടക്കുന്നത്. അപ്പൊ ഇത് ഹെക്സാഡെസിമൽ ആയിരിക്കും നമ്മുടെ യുണീക് കോഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഹെക്സാഡെസിമൽ എന്താന്ന് അടുത്ത ടോപ്പിക്കിനകത്ത് പറയുന്നതായിരിക്കും. ഇനിയിപ്പം യുണീക് കോഡിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ ഒരു ക്യാരക്ടർ നിന്ന് വേറെ ക്യാരക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ സിസ്റ്റംസ് തമ്മിലുള്ള ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പം അത് തമ്മിൽ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഒന്നും ഉണ്ടാവത്തില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഓരോ സിസ്റ്റത്തിനും ഓരോ റെപ്രസെന്റേഷൻ സ്കീം ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ വേറൊരിടത്തേക്ക് ഡേറ്റയെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ഒന്നും ഇതിനകത്ത് ഉണ്ടാവത്തില്ല. ഇനി അതുപോലെ തന്നെ 2 എൻകോഡിംഗ് സ്കീം ഇതിനകത്ത് വരുന്നുണ്ട്. UTF-8 UTF-16 എന്ന് പറയുന്ന 2 എൻകോഡിംഗ് സ്കീമും നമ്മൾ, അതായത് ഇതിനെ എൻകോഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ എൻകോഡ് ചെയ്യുന്ന 2 സ്കീംസ് ആയിരിക്കും ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി അടുത്ത മൂന്നാമത്തെ കോഡാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച്. ഇതുപോലെ തന്നെ ഒരു കോമ്പാറ്റബിൾ ആയിട്ടുള്ള കോഡാണ്. ഇതിനകത്തും ടോട്ടൽ 8 ബിറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിന്റെ വാല്യൂന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 127 റേഞ്ചിലായിരിക്കും ഇതിന്റെ വാല്യൂന്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ 128 to 255 ക്യാരക്ടേഴ്സിനെ ആയിരിക്കും നമ്മൾ ഇന്ത്യൻ സ്ക്രിപ്റ്റ് ഫോളോ ചെയ്യുന്ന ഇത്രയും ക്യാരക്ടേഴ്സിനെ ആയിരിക്കും നമുക്ക് ഇതിനകത്ത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ചിനകത്ത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടും നമുക്ക് ഡേറ്റ റെപ്രസെന്റേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കോഡ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാനായിട്ട് പോവാണ്. ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ്
നമ്പർ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഡെസിമൽ നമ്പർ എന്താണ്, റിയൽ നമ്പേഴ്സ് എന്താണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിന്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ നമ്പർ സിസ്റ്റംസ് നമ്മൾ പഠിക്കുന്നത്. നമ്പർ സിസ്റ്റം നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചെങ്കിലേ ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്നും വേറൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അതിന്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ ആ കൺവേർഷൻ നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ നമ്പർ സിസ്റ്റം എന്താണെന്ന് ആദ്യം ക്ലിയർ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പം ഒന്നാമത്തെ നമ്പർ സിസ്റ്റം ആണ് ബൈനറി നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ബൈനറി നമ്പർ പറയുന്നതിന് മുന്നേ ആയിട്ട് എല്ലാ നമ്പർ സിസ്റ്റം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ബേസ് അല്ലെങ്കിൽ റാഡിക്സ് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നമ്പർ സിസ്റ്റത്തിൽ ടോട്ടൽ എത്ര ഡിജിറ്റ്സ് അല്ലെങ്കിൽ എത്ര നമ്പേഴ്സ് അവൈലബിൾ ആണ് എന്നുള്ളതിനെയാണ് നമ്മൾ ഈ റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ബൈനറി നമ്പർ ഞാൻ ഓൾറെഡി പറഞ്ഞു, കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ നമ്പർ ഫോമാറ്റ് ആണ് ബൈനറി എന്ന് പറഞ്ഞു. ബൈനറി എന്ന് വെച്ചാൽ 2 എന്നാണ് അതിനർത്ഥം. 2 പോസിബിൾ വാല്യൂസ് ആയിരിക്കും അതിനകത്തുള്ളത്. 0യും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, 1ഉം ആയിരിക്കും. അപ്പൊ 0യും 1ന്റെയും കോമ്പിനേഷൻ എടുത്തിട്ടായിരിക്കും നമ്മൾ ഈ ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ 2 ഉള്ളത് കൊണ്ട് തന്നെ ബൈനറി നമ്പേഴ്സിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പൊ എപ്പോഴും നമ്മളൊരു നമ്പർ എഴുതി ആ നമ്പറിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് നമ്മൾ നമ്മുടെ താഴെ സബ്സ്ക്രിപ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടായിരിക്കും. ഇതിനകത്ത് കാണാൻ പറ്റും, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ബൈനറി നമ്പറിന്റെ എക്സാമ്പിൾ ആണ് 1001 എന്ന് പറയുന്നത്. ഇതിന്റെ താഴെ ബേസ് 2 കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കാൻ കാരണം ആ നമ്പർ എന്ന് പറയുന്നത് ബൈനറി ആണ്, അതുകൊണ്ട് അതിന്റെ ബേസ് വാല്യൂ നമ്മൾ 2 എന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത്, സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏത് നമ്പർ ആണോ ആ നമ്പർ ഏത് നമ്പർ സിസ്റ്റത്തിൽ പെടുന്നതാണോ അതിന്റെ ബേസ് ആയിരിക്കും നമ്മൾ ഏറ്റവും താഴെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി ബൈനറി നമ്പറിനെ നമ്മൾ ഡെസിമൽ ഇക്വലന്റ്, ഒരു ബൈനറി നമ്പർ നമുക്ക് തന്നിരിക്കുകയാണ്, അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ കണ്ടുപിടിക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ആ കൺവേർഷൻ ആണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണ്. നമുക്ക് തന്നിരിക്കുന്ന ബൈനറി നമ്പർ ആണ് 1001 എന്ന് പറയുന്ന നമ്പർ നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്ക് ചെയ്യേണ്ടത് ഈ ബൈനറി നമ്പറിനെ ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യമേ മനസ്സിലാക്കുക, ഡെസിമൽ എന്ന് പറയുന്നതിന്റെ സൈസ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. 10 ആയിരിക്കും അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. ബൈനറിയുടെ ബേസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി ഒരു ബൈനറി നമ്പറിനെ ഇക്വലന്റ് ഡെസിമൽ ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ബൈനറി ഡിജിറ്റിന്റെ പ്ലേസ് വാല്യൂ വെച്ചിട്ട് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നതാണ് അതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ബൈനറിനെ ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ പ്ലേസ് വാല്യൂ എന്താണോ അത് വെച്ച് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പ്രോസസ്സ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ടേബിൾ ആയിട്ടാണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. അതിന്റെ ആദ്യം കൊടുത്തിരിക്കുന്നത് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ബൈനറി നമ്പർ ആണ് 1001 എന്നാണ് ആ ബൈനറി നമ്പർ നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് അതിനെ ഈക്വലന്റ് ഡെസിമൽ ആയിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യുവാണ് വേണ്ടത്. നമ്മൾ എപ്പോഴും കൺവേർട്ട് ചെയ്യുമ്പോൾ ഓർക്കുക, റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ബൈനറി നമ്പർ എഴുതിയിട്ട് അതിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ നമ്മൾ പൊസിഷൻ ലേബൽ ചെയ്യാനായിട്ട് ആദ്യം കൊടുക്കുക. അതായത് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞ് കിടക്കുന്നത് പൊസിഷൻ ലേബൽ ചെയ്യുക. ഏറ്റവും റൈറ്റ് സൈഡ് നമ്മൾ 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഏറ്റവും റൈറ്റ് കിടക്കുന്ന 1ന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 0 ആണ്. രണ്ടാമത് കിടക്കുന്ന 0യുടെ പൊസിഷൻ എന്ന് പറയുന്നത് 1 ആണ്. മൂന്നാമത് കിടക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് 2 ആണ്. അതിനുശേഷം 3, 4, 5, 6 ഇത്രയും പൊസിഷൻ ആണുള്ളത്. അപ്പൊ ഓർക്ക് പ്ലേസ് വാല്യൂ കൊടുക്കാനായിട്ട് റൈറ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ എന്ന് പറയുന്നത് 0 ആണ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് ബൈനറി ആണ്. സോ നമ്മൾ എടുക്കേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് 2 raised to 0. 1 വരുമ്പോ 2 raised to 1, 2 വരുമ്പോ 2 raised to 2, 3 വരുമ്പോ 2 raised to 3, 4 വരുമ്പോ 2 raised to 4. അങ്ങനെ നമ്മൾ ആ പ്ലേസ് വാല്യൂവിനോടൊപ്പം തന്നെ ബൈനറിയുടെ ബേസ് നമ്മൾ എടുത്തെഴുതിയിരിക്കും. ഇനി നമുക്കിപ്പം ആ പ്ലേസ് വാല്യൂവിന്റെ സ്ഥാനത്ത് 2 raised to 0 ഉണ്ട്, 2 raised to 1 ഉണ്ട്, 2 raised to 2 ഉണ്ട്, അങ്ങനെ 2 raised to 6 വരെയുണ്ട്. ഇനി അതിന്റെ ഓരോന്നിന്റെ വാല്യൂ അതിന്റെ കൊടുത്ത് തന്നെ എഴുതി പോവുക. 2 raised to 0, ഏതൊരു നമ്പർ raised to 0 എന്ന് പറയുന്നത് 1 ആണ്. അതിന്റെ വാല്യൂ നമ്മൾ 1 എന്ന് എഴുതി. അടുത്തത് 2 raised to 1 ആണ്. 2 raised to 1 എന്ന് പറയുന്നത് 2 ആണ്. 2 raised to 2 എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെ ഏറ്റവും ഇങ്ങേ അറ്റം വരെ നമ്മൾ എഴുതുക. നമുക്ക് 64 വരെ നമുക്ക് കിട്ടി. ഇനിയാണ് നമുക്ക് ഇതിന്റെ കൺവേർഷൻ നമുക്ക് ചെയ്യേണ്ടത്. കൺവേർഷൻ ചെയ്യുന്ന മുമ്പേ പറഞ്ഞ പോലെ തന്നെ പ്ലേസ് വാല്യൂ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ പ്ലേസ് വാല്യൂ 1 ഉണ്ട്.
നമ്മുടെ ബൈനറി ഡിജിറ്റ് ഏതാണ് അതിന് കറസ്പോണ്ടിങ്, അതും 1 ആണ്. സോ 1 into 1 നമ്മൾ എഴുതി, 1 നമുക്ക് ആൻസർ കിട്ടി. ഇനി അതിന്റെ തൊട്ടിപ്പുറത്തെ ഡിജിറ്റ് ഏതാണ്? ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. നമ്മുടെ കയ്യിലുള്ള പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. സോ 0 into 2 എഴുതി, 0 എഴുതി. അടുത്ത ബൈനറി ഡിജിറ്റ് ഏതാണ്? 0 ആണ്. 0 into നമുക്ക് കിട്ടിയ പ്ലേസ് വാല്യൂ എത്രയാണ്? 4 ആണ്. 4 എഴുതി, 0 തന്നെ കിട്ടി. ഏറ്റവും ഇങ്ങേറ്റം വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 1 ആണ്, പ്ലേസ് വാല്യൂ 64 ആണ്. 1 into 64. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടഡ് വാല്യൂ എന്ന് പറഞ്ഞ് നമ്മളിപ്പോ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് വാല്യൂസ് എല്ലാം കിട്ടി. ഇതിനെല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുമ്പോൾ ഉള്ള വാല്യൂ എത്രയാണോ അതാണ് ഇക്വലന്റ് ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത്. ചെയ്യുന്ന പ്രോസസ് ഇതാണ്. ആദ്യം ബൈനറി നമ്പർ എഴുതുന്നു, റൈറ്റ് സൈഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ നിന്നും പൊസിഷൻ നമ്മൾ കൊടുക്കുന്നു. പൊസിഷൻ കൊടുക്കുമ്പോൾ ബൈനറി ബേസ് എത്രയാണോ ആ ബേസ് റൈസ് ടു ഏതാണ് പൊസിഷൻ. 0 സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ഏറ്റവും അങ്ങേറ്റം 2 2 1 2 2 2 3 അങ്ങനെ 2 വരെ എത്ര പൊസിഷൻ ഉണ്ടോ അത്രയും നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുവാണ്. അപ്പം നമുക്ക് കിട്ടിയ പ്ലേസ് വാല്യൂവിനെ ആ ബൈനറി ഡിജിറ്റ് തൊട്ട് മുമ്പിലുള്ള ബൈനറി ഡിജിറ്റ് ഏതാണ് അതുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ ആൻസർ എഴുതി വെക്കുന്നു. അതിനെ എല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ഡെസിമൽ ഇക്വലന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു ബൈനറി നമ്പറിനെ ഡെസിമൽ ആക്കാനായിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ബൈനറി കഴിഞ്ഞു. ഇനി അടുത്ത നമ്മുടെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഒക്ടൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഒക്ടൽ നമ്പേഴ്സിന്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. ടോട്ടൽ ഇതിനകത്ത് 8 ഡിജിറ്റ് ആയിരിക്കും അവൈലബിൾ ആവുന്നത്. 0 മുതൽ 7 വരെയുള്ള 8 ഡിജിറ്റ്സ് ആയിരിക്കും ഒക്ടൽ നമ്പേഴ്സിനകത്ത് ഉള്ളത്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അതാണ് ഒക്ടൽ ഡിജിറ്റ്സിനുള്ള ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ കൺവേർഷൻ പഠിക്കുവാണ്. നമ്മുടെ കയ്യിൽ ഒരു ഒക്ടൽ നമ്പർ ഉണ്ട്. ആ ഒക്ടൽ നമ്പറിനെ ഇക്വലന്റ് ഡെസിമൽ ആക്കുക എന്നുള്ളതാണ്. നമ്മൾ മുമ്പേ ചെയ്ത അതേ പ്രോസസ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഒറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ 2 എന്ന് എഴുതുന്നതിന് പകരമായിട്ട് നമ്മൾ ഒക്ടലിന്റെ ബേസ് ആയ 8 പൊസിഷൻ എഴുതുക എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഇവിടെ നമുക്കുള്ളൂ. അപ്പുറത്ത് ബൈനറി ആയതുകൊണ്ട് നമ്മൾ 2 എന്ന് എഴുതി. ഇവിടെ ഒക്ടൽ ആയതുകൊണ്ട് ഒക്ടലിന്റെ ബേസ് നമ്മൾ 8 എടുക്കുന്നു. 8 അതിന്റെ പൊസിഷൻ എന്താണോ അത് എഴുതും. എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുന്ന ഒക്ടൽ നമ്പർ എന്ന് പറയുന്നത് 5432 ആണ്. നമ്മൾ ഇതും അത് റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യം പൊസിഷൻ എഴുതുന്നു. ബേസ് 8 റേസ് ടു അതിന്റെ പൊസിഷൻ 0 എഴുതുന്നു. 8 റേസ് ടു 1 8 റേസ് ടു 2 അങ്ങനെ നമ്മൾ പൊസിഷൻ നമ്മൾ എഴുതി വെക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ ആ പൊസിഷൻ കിട്ടിയ വാല്യൂ എത്രയാണോ അതിനെ ആ ഒക്ടലിന്റെ ഡിജിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 8 റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പം നമ്മുടെ ഒക്ടൽ നമ്പർ എന്ന് പറയുന്നത് 2 into 1 എഴുതി. 8 റേസ് ടു 1 എന്ന് പറയുന്നത് 8 ആണ്. അപ്പം 3 into 8 കൊടുത്തു. 8 റേസ് ടു 2 എന്ന് പറയുന്നത് 64 ആണ്. 4 into 64 നമ്മൾ ചെയ്തു. അങ്ങനെ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ ചെയ്തു പോകുന്നു. നമുക്കൊരു വാല്യൂ കിട്ടും. അതാണ് കമ്പ്യൂട്ടഡ് വാല്യൂ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അതിനെ എല്ലാം കൂടെ സം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് കറസ്പോണ്ടിങ് ഡെസിമൽ ഇക്വലന്റ് എന്ന് പറയുന്നത്. ഈ കേസ് പറയുകയാണെങ്കിൽ 2842 എന്നുള്ളതാണ് ബേസ് 10. ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഡെസിമലിന്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. അതുകൊണ്ടാണ് 2482 ബേസ് 10 എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. മറ്റേ പ്രോസസ്സ് പോലെ തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല. 2 എന്ന് എഴുതുന്ന സ്ഥാനത്ത് ഇവിടെ എന്ത് വരുന്നു? 8 ഒക്ടലിന്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. 8 ആ പൊസിഷൻ നമ്മൾ എഴുതും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇതിനകത്ത് ഉള്ളൂ. ഇനി അടുത്ത നമ്പർ സിസ്റ്റം ആണ് ഹെക്സാഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ബൈനറി കണ്ടു, ഒക്ടൽ കണ്ടു. ഇനി അടുത്തതാണ് ഹെക്സാഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഹെക്സാഡെസിമൽ നമ്പേഴ്സിന്റെ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. ടോട്ടൽ 16 ക്യാരക്ടേഴ്സ് ഇതിനകത്തുണ്ട്. അതിനിപ്പോ ക്യാരക്ടേഴ്സിനകത്ത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സും അതിനുശേഷം 10 മുതൽ 15 വരെയുള്ള നമ്പേഴ്സിന് പകരമായി നമ്മൾ ആൽഫബറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് 10ന് പകരമായി A യൂസ് ചെയ്യുന്നു, 11ന് പകരമായി B യൂസ് ചെയ്യുന്നു, 12ന് പകരമായി C യൂസ് ചെയ്യുന്നു, അങ്ങനെ 15 പകരമായി F വരെ നമ്മൾ യൂസ് ചെയ്യുന്നു. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹെക്സാഡെസിമലിന്റെ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സും A മുതൽ F വരെ, അതായത് 10 മുതൽ 15 വരെയുള്ള നമ്പേഴ്സിന് പകരമായി നമ്മൾ ആൽഫബറ്റ്സും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ നമ്പർ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. FDA916. താഴെ 16 ബേസ് 16 എന്ന് കൊടുത്തിരിക്കുന്നതിന് കാരണം ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് 16 ആയതുകൊണ്ട് ആണ്.
ഇനി നമ്മൾ ഹെക്സാഡെസിമൽ നമ്പറിനെ നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ ഡെസിമൽ ആയിട്ട് എങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ഇതും അതുപോലെ തന്നെയാണ് മൾട്ടിപ്ലൈ ഈച്ച് ഹെക്സാഡെസിമൽ ഡിജിറ്റ് ബൈ ഇറ്റ്സ് പ്ലേസ് വാല്യൂ. നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെയാണ് ആ കൺവേർഷൻ നമ്മൾ പ്ലേസ് വാല്യൂ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഹെക്സാഡെസിമൽ എന്ന് പറയുന്ന 13AF എന്ന് പറയുന്ന നമ്പറാണ്. നമുക്കതിനെ ഇക്വലന്റ് ഡെസിമൽ ആക്കി നമുക്കതിനെ മാറ്റണം. മാറ്റാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പ്ലേസ് വാല്യൂസ് മാർക്ക് ചെയ്യണം. പ്ലേസ് വാല്യൂ മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഹെക്സാഡെസിമൽ ആയതുകൊണ്ട് 16 റേസ് ടു പൊസിഷൻ കൊടുക്കുക. അപ്പൊ നമ്മൾ റൈറ്റിൽ നിന്ന് ഇതും സ്റ്റാർട്ട് ചെയ്യുക. 16 റേസ് ടു 0, 16 റേസ് ടു 1, 16 റേസ് ടു 2, 16 റേസ് ടു 3 നമ്മൾ കൊടുക്കുന്നു. നമുക്ക് 16 റേസ് ടു 0 1 കിട്ടുന്നു, 16 റേസ് ടു 1 16 കിട്ടുന്നു, 16 റേസ് ടു 2 256 കിട്ടുന്നു. അങ്ങനെ നമ്മൾ ഓരോ വാല്യൂസ് എടുത്തെഴുതുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ബൈനറി ഹെക്സാഡെസിമലിനെ അതിന്റെ ഇക്വലന്റ് പ്ലേസ് വാല്യൂ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം റൈറ്റ് കിടക്കുന്നത് എഫ് ആണ്. ഏറ്റവും ആദ്യം കിടക്കുന്ന എഫ് ആണ്. എഫ് എന്ന് പറയുന്ന അതിന്റെ ഇക്വലന്റ് ഏതാണ്? 15 ആണ്. 15 പകരമായിട്ട് നമ്മൾ എഫ് യൂസ് ചെയ്യുന്നത്. സോ 15 ഇൻറ്റു പ്ലേസ് വാല്യൂ 15 ഇൻറ്റു 1 കൊടുക്കുന്നു. അപ്പം അടുത്തത് എ ആണ്. എക്ക് 10 ആണ്. 10 ഇൻറ്റു പ്ലേസ് വാല്യൂ, അതായത് 10 ഇൻറ്റു 16 ചെയ്യുന്നു. പിന്നെ കിട്ടിയിരിക്കുന്നത് 256 ആണ്. 256 ഇൻറ്റു പ്ലേസ് ഡിജിറ്റ് എന്ന് പറയുന്നത് 3 ആണ്. 3 ഇൻറ്റു 256 1 ഇൻറ്റു 4096. നമുക്കൊരു വാല്യൂ കിട്ടുന്നു. ആ വാല്യൂന്റെ എല്ലാം കൂടെ സം കമ്പ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇക്വലന്റ് ഡെസിമൽ വാല്യൂ കിട്ടുന്നത്. ഇതിന്റെ കൺവേർഷൻ എല്ലാം എല്ലാം സെയിം പ്രോസസ് ആണ് യൂസ് ചെയ്യുന്നത്. ഏത് ബൈനറി സിസ്റ്റം ആണോ അതിന്റെ ആ ബേസ് റേസ് ടു പൊസിഷൻ എഴുതുക എന്നൊരു ഡിഫറൻസ് മാത്രമേ ഈ 3 കൺവേർഷനകത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉള്ളൂ. ഇനി അടുത്ത കൺവേർഷൻ ആണ്. നമുക്കൊരു ഡെസിമൽ നമ്പറിനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ എങ്ങനെയാണ് ബൈനറി നമ്പർ ആക്കുന്നത്? നോർമലി യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പറിനെ എങ്ങനെയാണ് നമ്മൾ ബൈനറി ആക്കുന്നത് എന്നുള്ളതാണ് അടുത്ത് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ ഡെസിമൽ നമ്പറിന് 2 പാർട്ട് ഉണ്ട്. ഇന്റിജർ പാർട്ടും ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. അപ്പൊ നമ്മള് ഡെസിമലിനെ ബൈനറി ആക്കുമ്പോൾ ഇന്റിജർ പാർട്ട് ആദ്യം നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഫ്രാക്ഷൻ ഉള്ള പാർട്ട് നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതിന്റെ പ്രോസസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്റിജർ പാർട്ട് ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ നമ്മൾ 2 വെച്ച് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഓരോ സ്റ്റേജിലും കിട്ടുന്ന റിമൈൻഡർ നമ്മൾ കീപ്പ് ചെയ്യും. ആ റിമൈൻഡർ നമ്മൾ കീപ്പ് ചെയ്ത് എഴുതുക. റിമൈൻഡർ ഒന്നല്ലെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഒന്നല്ലെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും. അതിനെ നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുന്നു. അതാണ് അതിന്റെ ഈക്വലന്റ് ബൈനറി എന്ന് പറയുന്നത്. ഇനി ഫ്രാക്ഷൻ പാർട്ട് എടുക്കുമ്പോൾ ഫ്രാക്ഷൻ പാർട്ടിനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അപ്പുറത്ത് ഡിവൈഡ് ചെയ്യുന്നു, ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ ലിസ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു. ആ കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ ഫ്രാക്ഷണൽ പാർട്ടിന്റെ ഈക്വലന്റ് ബൈനറി എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി അത് ക്ലിയർ ആകും. എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുന്ന 22.25 എന്ന് പറയുന്ന നമ്മുടെ ഡെസിമൽ നമ്പറിനെ ഇക്വലന്റ് ബൈനറി ആക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനെ നമ്മൾ ഇക്വലന്റ് ബൈനറി ആക്കുമ്പോൾ നമുക്ക് 22 ആണ്. 22വിനെ നമ്മൾ 22.25 ആണ്. ആദ്യം നമ്മൾ 22വിനെ നമ്മൾ അതിന്റെ ഇക്വലന്റ് ബൈനറി ആക്കണം. അതിനുശേഷം 0.25നെ നമ്മൾ ഇക്വലന്റ് ബൈനറി ആക്കണം. 22വിനെ നമ്മൾ ആദ്യം 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് ക്വോഷ്യന്റ് 11 കിട്ടുന്നു, റിമൈൻഡർ 0 കിട്ടുന്നു. അതിനുശേഷം 11നെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ക്വോഷ്യന്റ് 5 കിട്ടുന്നു, റിമൈൻഡർ 1 കിട്ടുന്നു. പിന്നെ 5നെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ക്വോഷ്യന്റ് 2 കിട്ടുന്നു, റിമൈൻഡർ 1 കിട്ടുന്നു. ഇങ്ങനെ എപ്പം 0 കിട്ടുന്നു അവിടെ വരെ ഈ പ്രോസസ് നമ്മൾ ചെയ്യുക. ഓരോ സ്റ്റേജിലും കിട്ടുന്ന റിമൈൻഡർ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എഴുതി വെക്കും. അതിനുശേഷം ആ റിമൈൻഡേഴ്സിനെ നമ്മൾ താഴെയിൽ നിന്ന് മുകളിലേക്ക് എടുത്തെഴുതി വെക്കുക. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഓരോ സ്റ്റേജിലും കിട്ടുന്ന റിമൈൻഡർ എടുത്തെഴുതുന്നു. അതിനെ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ എടുത്തെഴുതി വെക്കുന്നു. അപ്പൊ എടുത്തെഴുതി വെക്കുമ്പോൾ എങ്ങനെ വരും? 1 0 1 1 0 എന്നാണ് അതിന്റെ വാല്യൂ വരും. അപ്പൊ നമ്മുടെ ഇന്റിജർ പാർട്ട് കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് ഫ്രാക്ഷൻ പാർട്ടാണ്. ഇന്റിജർ പാർട്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ 2 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് പോവുക. ഓരോ സ്റ്റേജിലും കിട്ടുന്ന റിമൈൻഡറിനെ നമ്മൾ എടുത്തെഴുതി വെക്കുന്നു. അതിനുശേഷം താഴേന്ന് നമ്മൾ റിമൈൻഡറിനെ നമ്മൾ എടുത്തെഴുതി റിസൾട്ട് ആയിട്ട് വെക്കുന്നു. ഇനി ഫ്രാക്ഷൻ പാർട്ട് ഏതായിരുന്നു? 0.25 ആയിരുന്നു നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ അപ്പുറത്ത് ഇന്റിജർ പാർട്ട് നമ്മൾ ഡിവൈഡ് ആണ് ചെയ്ത് ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 0.25നെ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.50 കിട്ടുന്നു. അതിനകത്ത് ഇന്റിജർ പാർട്ടായ 0 നമ്മൾ എടുത്തെഴുതി വെക്കുന്നു. ഫ്രാക്ഷണൽ പാർട്ടായ 0.50 നമ്മൾ
വീണ്ടും അടുത്തതിനകത്ത് നമ്മൾ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് എടുക്കുന്നു. ഇനി 0.50 നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1.00 കിട്ടുന്നു. അതിന്റെ ഇന്റിജർ പാർട്ടായ 1 നമ്മൾ എടുത്ത് എഴുതി വെക്കുന്നു. അടുത്തത് ഇനി ബാക്കിയുള്ളത് 0.00 ആണ്. എപ്പം 0 കിട്ടുന്നു അപ്പം നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. രണ്ട് കേസിലും എവിടെയാണ് 0 കിട്ടുന്നത് അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതിന്റെ ഇന്റിജർ പാർട്ടിന്റെ വാല്യൂ എടുക്കുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് എടുക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ കേസ് താഴെ നിന്ന് മുകളിലേക്ക് എടുക്കണം. ഫ്രാക്ഷൻ പാർട്ട് വരുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് എടുക്കുക. മുകളിൽ നിന്ന് താഴേക്ക് എടുക്കുമ്പോൾ 0, 1 ആണ്. നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം കിട്ടിയ ഇന്റിജർ പാർട്ടിൽ കിട്ടിയ 10110 പോയിന്റ് ഇപ്പം നമുക്ക് കിട്ടിയ 01 ആണ്. ഇപ്പൊ 22.25 നമ്മൾ ബൈനറി ആക്കുമ്പോൾ അതിന്റെ ഇക്വലന്റ് ബൈനറി എന്ന് പറയുന്നതാണ് ഈ സ്ക്രിപ്റ്റം എഴുതി വെച്ചിരിക്കുന്ന 10110.01 എന്ന് പറയുന്നത്. ഇന്റിജറിനെയും ഫ്രാക്ഷനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വേണം കൺവേർട്ട് ചെയ്യാൻ. ഇനി അടുത്തതാണ് കൺവേർഷൻ ഓഫ് ബൈനറി നമ്പർ ടു ഒക്ടൽ നമ്പർ എന്ന് പറയുന്നത്. ബൈനറി നമ്പറിനെ ഒക്ടൽ ആക്കി തിരിച്ചു മാറ്റുന്നത് എങ്ങനെയാന്നുള്ളതാണ്. അപ്പൊ ബൈനറി നമ്മൾ പറഞ്ഞു അതിന്റെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. ഒക്ടലിന്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ 2⁻³ എന്ന് പറയുന്നതാണ് 8. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ ഒക്ടലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ഗ്രൂപ്പുകളായിട്ട് നമ്മൾ തിരിക്കുന്നു. ഈ 3 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് അതിന്റെ ഇക്വലന്റ് ഒക്ടൽ വാല്യൂ ഏതാണോ അത് നമ്മൾ എടുത്തെഴുതി വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, കുറച്ചും കൂടി ഇത് വ്യക്തമാകും. നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു വാല്യൂസ് നമുക്ക് പഠിക്കേണ്ടതാണ്. ബൈനറി നമ്പറും അതിന്റെ കറസ്പോണ്ടിങ് ഒക്ടലും അല്ലെങ്കിൽ ഒക്ടലിന്റെ കറസ്പോണ്ടിങ് ബൈനറി. 0 എന്ന് പറയുന്നതിന്റെ ഇക്വലന്റ് ബൈനറി എന്ന് പറയുന്നത് 000 ആണ്. 1 എന്ന് പറയുന്നതിന്റെ അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി എന്ന് പറയുന്നത് 001 ആണ്. 2 എന്ന് പറയുന്നതിന്റെ കറസ്പോണ്ടിങ് ബൈനറി 010 ആണ്. ഇങ്ങനെ 7 വരെ കൊടുത്തിട്ടുണ്ട്. 7ന്റെ കറസ്പോണ്ടിങ് ബൈനറി എന്ന് പറയുന്നത് 111 ആണ്. ഇത് നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. നമ്മൾ കൺവേർഷൻ പഠിക്കുകയാണ്. നമുക്ക് തന്നിരിക്കുന്ന ബൈനറി നമ്പർ എന്ന് പറയുന്നത് 110011.00111 ആണ്. ഫ്രാക്ഷണൽ പാർട്ട് ഉള്ള ഒരു ബൈനറി നമ്പറാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം അതിന്റെ ഇന്റിജേഴ്സിനെ നമ്മൾ പറഞ്ഞു 3 ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇന്റിജർ പാർട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഗ്രൂപ്പ് ചെയ്യുക. ഫ്രാക്ഷണൽ പാർട്ട് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് 3 ഗ്രൂപ്പ് ചെയ്യുക. നമ്മൾ 3 ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും 3 ഡിജിറ്റ്സ് ഇല്ല എങ്കിൽ നമ്മൾ ആ 3 ഡിജിറ്റ് ആക്കാനുള്ള ആവശ്യമായ അത്ര 0 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ആദ്യം ഇന്റിജർ ഫ്രാക്ഷന് മുമ്പുള്ള പാർട്ട് എടുക്കുവാണ്. നമ്മൾ ആദ്യത്തെ 3 ഗ്രൂപ്പായിട്ട് തിരിക്കുമ്പോൾ 101 കിട്ടി. നമ്മൾ അതിനെ എടുത്തെഴുതി. പിന്നെയുള്ള 3 ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 001 ആണ്. പിന്നെയുള്ള 001 നമ്മൾ എടുത്തു. പിന്നെയുള്ളത് 11 ആണ്. 2 1 ഉള്ളൂ, 2 ഡിജിറ്റേ ഉള്ളൂ. അപ്പൊ നമ്മൾ 3 ഡിജിറ്റ് ആക്കിയാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഒരെണ്ണത്തിന്റെ കുറവുണ്ട്, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സ്ട്രാ ഒരു 0 കൂടെ നമ്മൾ ഇട്ടുകൊടുക്കും. ഇത് നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞ ടേബിൾ പ്രകാരം 101 എന്ന് പറയുന്നത് 5 ആണ്. 001 എന്ന് പറയുന്നത് 1 ആണ്. 011 എന്ന് പറയുന്നത് 3 ആണ്. അതിന്റെ ഇക്വലന്റ് ഒക്ടൽ വാല്യൂ ഏതാണോ അതിനെ നമ്മൾ എടുത്തെഴുതി വെക്കുക. ഇനി ഫ്രാക്ഷണൽ പാർട്ടിലേക്ക് പോകുമ്പോൾ നോക്കേണ്ട ഡയറക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. ആദ്യത്തെ 001 നമ്മൾ എടുത്തു. അതിന്റെ ഇക്വലന്റ് ബൈനറി ഒക്ടൽ എന്ന് പറയുന്നത് 1 ആണ്. പിന്നെ ഉള്ളത് 11 ആണ്. 2 ഡിജിറ്റേ ഉള്ളൂ, 1 ഡിജിറ്റിന്റെ കുറവുണ്ട്. 3 ഗ്രൂപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ 3 ബിറ്റ്സ് ഉള്ള ഗ്രൂപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിന്റെ കുറവുണ്ട്, അവിടെ നമ്മൾ എക്സ്ട്രാ 0 ഇട്ടു. സോ അതിന്റെ കറസ്പോണ്ടിങ് 110 എന്ന് പറയുന്നത് 6 ആണ്. അപ്പം കറസ്പോണ്ടിങ് ഇക്വലന്റ് ഒക്ടൽ എന്ന് പറയുന്നത് 315.168 ഓഫ് ബേസ് 8 എന്നുള്ളതാണ് ഇക്വലന്റ് ഒക്ടൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം 3 ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നു. എവിടെയെങ്കിലും 3 ഗ്രൂപ്പായിട്ട് 3 ബിറ്റ്സ് ആയിട്ട് തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ 0 ഇട്ട് കൊടുക്കുന്നു. അതിന്റെ ഇക്വലന്റ് ഒക്ടൽ വാല്യൂ ഏതാണോ ആ ഒക്ടൽ വാല്യൂവിനെ നമ്മൾ എടുത്തെഴുതുന്നു. തൊട്ട് മുൻപത്തെ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന ടേബിളിലാണ് കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ നമ്മൾ എടുത്തെഴുതി വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ബൈനറി നമ്പേഴ്സിനെ ഹെക്സാഡെസിമൽ നമ്പർ ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ടാണ്. അപ്പൊ മുമ്പേ നമ്മൾ പറഞ്ഞായിരുന്നു ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് അതിന്റെ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. 0 മുതൽ 9 വരെയും പിന്നെ A തൊട്ട് F വരെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ഉണ്ടായിരുന്നത്. ഇനി ഈ ഹെക്സാഡെസിമലിന്റെ കറസ്പോണ്ടിങ് 4 ബിറ്റില് ബൈനറി നമ്പേഴ്സ് ആണ് കൊടുത്തത്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, കൺവേർഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളിത് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം
ഹെക്സാഡെസിമലിന്റെ സീറോയ്ക്ക് കറസ്പോണ്ടിങ് ഉള്ളത് 4 ബിറ്റില് 000 ആണ് കൊടുത്തിരിക്കുന്നത്. 1ന് 0001 ആണ്. അങ്ങനെ എഫ് വരെ എഫിന് 1111 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഓരോ ഹെക്സാഡെസിമൽ നമ്പറും അതിന്റെ ഇക്വലന്റ് ബൈനറി നമ്പറും നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുന്നത് കൺവേർഷൻ ചെയ്യാനായിട്ട് ഈസി ആവത്തുള്ളൂ. നമ്മൾ കൺവേർഷൻ പഠിക്കുകയാണ്. ഒരു ബൈനറി നമ്പറിനെ എങ്ങനെയാണ് ഹെക്സാഡെസിമൽ നമ്പർ ആക്കുക. ഇതും പറയുന്നത് 2⁴ എന്ന് പറയുന്നതാണ് 16. അപ്പം 16 ആണ് ഹെക്സാഡെസിമലിന്റെ ബേസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ നമുക്ക് തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ നമ്മൾ മുമ്പേ 3 ബിറ്റ് ഉള്ള ഗ്രൂപ്പ് ആയിട്ടാണ് തിരിച്ചത്. അതിന് പകരമായിട്ട് ഇവിടെ എത്രയായിട്ട് തിരിക്കണം? 4 ബിറ്റ് ഉള്ള ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ തിരിക്കണം. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. 4 ബിറ്റ് ഗ്രൂപ്പുകളായിട്ട് നമ്മൾ തിരിക്കുന്നു. ഇക്വലന്റ് ഹെക്സാഡെസിമൽ വാല്യൂ ഏതാണ് നമ്മൾ അതിനെ എടുത്തെഴുതി വെക്കുന്നു. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളിനകത്ത് ആദ്യമേ ബൈറ്റ് ടേബിൾ നോക്കുക. ബൈനറി നമ്പർ ആണ് തന്നിരിക്കുന്നത്. അതിന്റെ ഇന്റിജർ പാർട്ടുണ്ട്, ഫ്രാക്ഷൻ പാർട്ടുണ്ട്. ഇന്റിജർ പാർട്ടിൽ നമ്മൾ നോക്കേണ്ട ഡയറക്ഷൻ എന്ന് പറയുന്നത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് നോക്കുക. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ ആദ്യത്തെ 4 ബിറ്റിനെ ആദ്യത്തെ ഗ്രൂപ്പ് ആക്കി എഴുതി. രണ്ടാമത്തെ 4 ബിറ്റിനെ നമ്മൾ രണ്ടാമത്തെ ഗ്രൂപ്പ് ആക്കി എഴുതി. ഇനി എവിടെയെങ്കിലും 4 ബിറ്റ് ആക്കാനുള്ള ബിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ 0യെ ആഡ് ചെയ്ത് കൊടുക്കും. ആദ്യത്തെ ഗ്രൂപ്പ് 1101ന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡി ആണ്. 1100 എന്ന് പറയുന്നത് സി ആണ്. 12 പകരമായിട്ട് നമ്മൾ സി ആണ് കൊടുക്കുന്നത്. ഇനി ഫ്രാക്ഷണൽ പാർട്ട് വരുമ്പോഴേക്കും 0.0011 എന്നാണ് കിടക്കുന്നത്. നമ്മൾ ആദ്യമേ 4 ബിറ്റ് ആക്കുന്നു. അതായത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് നോക്കുന്നു. 0011 എടുത്തു. അതെന്ന് പറയുന്നത് 3 ആണ്. പിന്നെ ഉള്ളത് ഒരു 1 ഉള്ളൂ, ഒറ്റ ബിറ്റേ ഉള്ളൂ. നമ്മൾ എത്ര ബിറ്റ് ഗ്രൂപ്പ് ആണ് ആക്കേണ്ടത്? 4 ബിറ്റ് ഗ്രൂപ്പ് ആണ് നമുക്ക് ആക്കേണ്ടത്. സോ 3 എണ്ണത്തിന്റെ കുറവുണ്ട്. 3 0 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ആക്കി നമുക്ക് കിട്ടി. ഇനി അതിന് കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ വാല്യൂ എടുത്തെഴുതുക എന്നുള്ളതാണ്. ഹെക്സാഡെസിമൽ വാല്യൂ കൊടുക്കുമ്പോഴത്തെ ടേബിളിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് 3ഉം 8ഉം കിട്ടുന്നു. അപ്പം CD.38 ഓഫ് ബേസ് 16 ആണ് അതിന്റെ ഇക്വലന്റ് ഹെക്സാഡെസിമൽ നമ്പർ എന്ന് പറയും. അപ്പം ഈ തരത്തിലാണ് നമ്മൾ ഒരു ബൈനറി നമ്പറിനെ അതിന്റെ ഈക്വലന്റ് ഹെക്സാഡെസിമൽ ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിച്ചത് എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിനുള്ളിലെ കമ്പ്യൂട്ടറിനുള്ളിലെ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം നമ്മൾ ഏതൊക്കെ റെപ്രസെന്റേഷൻ കോഡ്, ആസ്കി, യൂണിക്കോഡ്, ഇങ്ങനെയുള്ള കോഡ് റെപ്രസെന്റേഷൻ ഓരോത്തിനകത്തും എന്താണ് പ്രത്യേകതകൾ, എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ പഠിച്ചത് ബൈനറി നമ്പർ സിസ്റ്റത്തിനെ പറ്റിയായിരുന്നു പഠിച്ചത്. ബൈനറി നമ്പർ സിസ്റ്റം പഠിച്ചു, ഒക്ടൽ പഠിച്ചു, ഹെക്സാഡെസിമൽ പഠിച്ചു. ഈ ഓരോ നമ്പർ സിസ്റ്റത്തിനെയും നമ്മൾ ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയുമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എപ്പോഴും കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ ഇതിന്റെ ഓരോ നമ്പർ സിസ്റ്റത്തിന്റെയും ബേസ് എത്രയാണ് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ബൈനറി ആണെങ്കിൽ 2 ആണ്, ഒക്ടൽ ആണെങ്കിൽ 8 ആണ്, ഡെസിമൽ ആണെങ്കിൽ 10 ആണ്, ഹെക്സാഡെസിമൽ ആണെങ്കിൽ 16 ആണ്. ഈ ബേസ് കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷമാണ് ഓരോന്നിന്റെയും കൺവേർഷൻസും കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടത്. ഇനി നമ്മൾ അടുത്ത പാർട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നെഗറ്റീവ് നമ്പർ സിസ്റ്റം നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നത്. സോ ഇന്നത്തെ ഈ സെക്ഷൻ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക് യു.